തെരുവുനായ ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. നാട്ടിൽ നായകടി ഏൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. പേവിഷബാധ ഉൾപ്പെടെ സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കാജനകമാകുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. നമുക്കിപ്പം അതിഥികളായുള്ളത് ശ്രീ ജോസ് മാവേലി, പൊതുപ്രവർത്തകൻ, ടിഒ മോഹൻ, കണ്ണൂർ മുൻ മേയർ, ഒപ്പം തന്നെ സാബു സ്റ്റീഫൻ, പൊതുപ്രവർത്തകൻ എന്നുള്ളവരാണ്. ആദ്യം ഞാൻ ശ്രീ ടിഒ മോഹനിലേക്ക് പോവുകയാണ്. കണ്ണൂരിലാണ് ഏറ്റവും ഇപ്പോൾ ഗൗരവതരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ കുഞ്ഞിന്റെ മരണം ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് കണ്ണൂർ നഗരത്തിൽ ഈ തെരുവുനായകളുടെ ശല്യം അതിരൂക്ഷമാകുന്നു. ശ്രീ മോഹനൻ, അവിടെ ഒരു നടപടിയും സ്വീകരിക്കാനാകുന്നില്ല. എന്തുകൊണ്ടാണ്? ഒരു ദിവസം 10, 30, 2 ദിവസം കൊണ്ട് 70 പേർക്കൊക്കെ നായകടിയേൽക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ണൂരിലുള്ളത്, അതും നഗരത്തിൽ. ഈ പ്രശ്നം കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ മാത്രമുള്ള പ്രശ്നമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെ പ്രശ്നം എങ്ങനെ കൂട്ടായി പരിഹരിക്കും എന്ന് ആലോചിക്കുന്നതിന് പകരം പരമാവധി ഇതിനെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാം, എങ്ങനെ രാഷ്ട്രീയമായി കുറ്റപ്പെടുത്താം എന്നതിന്റെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. ഈ സംഭവം കണ്ണൂരിൽ ഉണ്ടായപ്പോൾ തന്നെ ഉടനെ ജില്ലാ പഞ്ചായത്ത് ഇത് കണ്ണൂർ കോർപ്പറേഷന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് അതിനെ കോർപ്പറേഷന്റെ ദേഹത്തേക്ക് ചാരി വെക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇത് രാഷ്ട്രീയ ഡോഗ്സ് ഉണ്ട് എന്നൊക്കെയാണ് കണ്ടെത്തിയത്. ഏതായാലും ഇത്തരം നായ്കളിൽ സാധാരണ എത്രയും പട്ടികളൊക്കെ തന്നെ നമ്മൾ കൂട്ടിലടച്ചാൽ പോലും മറ്റുള്ള പട്ടികൾക്ക് ഒന്നും തന്നെ പേവിഷബാധ ഉണ്ടാവില്ല, അക്രമകാരികളാവില്ല എന്നൊക്കെ ഒന്നും നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 19 പേരെ തെരുവുനായ. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അങ്ങേക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ശ്രീ ജോസ് മാവേലിയിലേക്കാണ്. സർ, നോക്കൂ, അതായത് ഇവിടെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയിൽ, അതായത് ഈ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് നടത്തിയിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവിടെ ABC സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, വന്ധീകരിക്കുന്നുണ്ട് തെരുവുനായകളെ. വന്ധീകരിച്ചതിന് ശേഷം വീണ്ടും ഇവയെ തെരുവിലേക്ക് തന്നെ വിടുന്നു. അങ്ങനെ നായ കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു. എവിടെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത്, എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിനകത്ത് കഴിഞ്ഞ 20 വർഷത്തോളമായി ഞങ്ങൾ ജനസേവ തെരുവുനായ ഉന്മൂലന സംഘം പ്രവർത്തിച്ചു വരുന്നു. ഇതിനകത്ത് അനുഭവം പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും അതുപോലെ ഭരണാധികാരികളും അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി എല്ലാവരും കൂടി ഒരുമിച്ച് ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കാതെ കേരളത്തെ ഒരു മാതൃക സംസ്ഥാനമാക്കുവാനായിട്ട് മുന്നോട്ട് വരണം. എന്ന് വെച്ചാൽ തെരുവുനായ വിമുക്ത കേരളം, അതാണ് നമുക്ക് ആവശ്യം. അതിന് വളരെ എളുപ്പമാണെന്ന് പറയാൻ കാരണം 99.9% ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ മാറ്റണം എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നിസ്സാരം ചില ആളുകളുടെ, അതായത് പേവിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികളായി പ്രവർത്തിക്കുന്ന കാപഡ്യ നായ സ്നേഹികൾ അല്ലെങ്കിൽ തെരുവ് പട്ടി സ്നേഹികൾ എന്ന് പറയുന്നവരുടെ ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ഗൂഢസംഘം. അവർക്ക് വേണ്ടി ഈ പാവപ്പെട്ട ജനങ്ങളെ മുഴുവനും ഇങ്ങനെ കരുവാക്കണോ? അപ്പോൾ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയം, ഒരു സർവകക്ഷി യോഗം വിളിക്കണം. സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ എല്ലാവരും തന്നെ അതിന് ഉത്തരം പറയുന്നത് ഈ തെരുവുനായ്ക്കളെ ഇവിടുന്ന് മാറ്റണമെന്നാണ്. അപ്പോൾ പറയും എവിടെ കൊണ്ടുപോയി മാറ്റും? അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇവരെ ഷെൽട്ടറാക്കാനാണ്. അപ്പോൾ ചോദിക്കും എവിടെ ഷെൽട്ടറാക്കാൻ പറ്റും? ജനങ്ങൾ സമ്മതിക്കില്ല. ഞാൻ പറയുന്നു ഷെൽട്ടറാക്കാനായിട്ട് ഇവിടെ വേണ്ട സൗകര്യങ്ങളുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ഇവർക്ക് വേണ്ട വനപ്രദേശങ്ങളുണ്ട്. വനങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് അവിടെ ഡോഗ് പാർക്കുകൾ സൃഷ്ടിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ജനങ്ങൾ താമസിക്കാത്ത വേണ്ട ഇടങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ ഷെൽട്ടറുകൾ നല്ല രീതിയിൽ പണിയാം. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 2017 ബഹുമാനപ്പെട്ട കൊച്ചേസും ചിന്നപ്പള്ളി സാറും ഞങ്ങളൊക്കെ അവിടെ കൂടി കൂവപ്പടി പഞ്ചായത്തിലെ ഒരു മോഡലായിട്ട് ആ പഞ്ചായത്തിലുള്ള തെരുവ് പട്ടികളെ സംരക്ഷിക്കാനായിട്ട് ഒരു ഷെൽട്ടറുകൾ പണിതു. അവിടെ ഒരു 2 ഏക്കർ സ്ഥലം പാറമട ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത് ഒരു 500 പട്ടികൾക്ക്, ആ പഞ്ചായത്തിൽ അന്ന് 500 പട്ടികൾ ഉണ്ടായുള്ളൂ, ഇന്നിപ്പോൾ അത് 5000 ഉള്ളായിട്ടുണ്ടാവും. ആ 500 പട്ടികളെ അവിടെ സംരക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിന് പ്ലാൻ ചെയ്ത് കൂടുണ്ടാക്കി എല്ലാം മുന്നോട്ട് പോയപ്പോൾ ഈ തെരുവ് പട്ടി സ്നേഹികൾ അവിടെ വന്ന് കുറേ വിഷയമുണ്ടാക്കി. അവർ പറയുന്നത് എന്താണ്, കേരളത്തിലെ മുഴുവൻ പട്ടികളും ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും, അതുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കണ്ട, നിങ്ങളെല്ലാവരും ഒരുമിക്കണം, ഇതിനെതിരെ സമരം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറേ രാഷ്ട്രീയ പാർട്ടികൾ വന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ സാധാരണ മനുഷ്യർ, ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഇല്ല, ഭരണമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് കുതിര കയറാൻ എളുപ്പമാണ്. ഞങ്ങൾ കല്ലെറിഞ്ഞു, ഞങ്ങൾ അവിടുന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചു, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഗവൺമെൻറ് മുന്നോട്ട് വന്നാൽ, സർക്കാർ മുന്നോട്ട് വരണം.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി സർവകക്ഷി വിളിച്ച് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുക്കണം. ഓരോ പ്രദേശത്തെ ഇപ്പോൾ ഇവിടെ കണ്ണൂർ പ്രദേശത്തെ പ്രശ്നം അവിടെ തീർക്കാവുന്നുള്ളൂ. അവിടുത്തെ മുനിസിപ്പാലിറ്റി അവിടുത്തെ സർവകക്ഷി യോഗം വിളിക്കട്ടെ. ആ മുനിസിപ്പാലിറ്റി ആ കോർപ്പറേഷൻ സർവകക്ഷി യോഗം വിളിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ച് അവിടെ എല്ലാവരും ഒരുമിക്കാൻ നോക്കണം. അങ്ങനെ ഒരുമിച്ചുകൊണ്ട് ഈ തെരുവ് നായ്ക്കളെ ഷെൽട്ടറാക്കാം. അപ്പോൾ നിയമം പറയണത് 2001 വരെ തെരുവ് പട്ടികളെ കൊന്നിരുന്ന നാടാണ് നമ്മുടെ. ഇന്ത്യയിൽ എവിടെയും തെരുവ് പട്ടികളെ കൊല്ലാമായിരുന്നു. അത് നിയമമുണ്ടായിരുന്നു. ഒരു പട്ടിയെ കൊന്നാൽ, ഞാൻ കറുകുറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു 1987-88 കാലഘട്ടങ്ങളിൽ. അന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള പട്ടികളെ കൊന്നാൽ ഒരു പട്ടിക്ക് 50 രൂപ മാത്രമേ ചിലവുണ്ടായുള്ളൂ. ആ പട്ടി പിടുത്തക്കാരന് അല്ലെങ്കിൽ പട്ടി കൊല്ലുന്നവന് 50 രൂപന് അത് കൊടുക്കേണ്ടത്. അത് പഞ്ചായത്തിന് നേരിട്ട് കൊടുക്കാൻ പറ്റും. ആ നിയമം പിന്നീട് 2001 ഏതോ തെരുവുനായ സ്നേഹികളും കുറേ എന്താ പറയുക ഈ പേവിഷബാധ മരുന്ന് കമ്പനി ലോബികളും അവരുടെ ഏജൻസികളെല്ലാം കൂടി സുപ്രീം കോടതി പോയി ഒരു വിധി സമ്പാദിച്ചു. 2001 തെരുവുനായ്ക്കളെ കൊല്ലാൻ പാടില്ല, ഷെൽട്ടറാക്കാം എന്നാണ് വിധിയിൽ പറയണത്. കൊന്നു കഴിഞ്ഞാൽ ശിക്ഷാർഹമാണെന്ന്. ഓക്കെ, നമുക്ക് ഷെൽട്ടറാക്കാമല്ലോ, ഈ തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കാം. ഇപ്പം ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കൂ, ഞങ്ങൾ അവർക്ക് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുവാനോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് ഏറ്റവും നമ്മുടെ ഒരു നായകനായിട്ട് വരേണ്ടത്. മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് വളരെ കയ്യടി കിട്ടും. അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വീണ്ടും മുഖ്യമന്ത്രിയാവാൻ ചാൻസ് കിട്ടും, ഇടതുപക്ഷത്തിന് ചാൻസ് കിട്ടും, അല്ലെങ്കിൽ എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നതല്ല ഇവരെ അധികാരികൾ എന്താ മിണ്ടാതിരിക്കുന്നത്. ഇവർ പരസ്പരം കല്ലെറിഞ്ഞ് അവർ കളിക്കുകയാണ്. രാഷ്ട്രീയം ഇവിടെ വേണ്ട, ഇവർ വോട്ട് രാഷ്ട്രീയം കളിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ ആൾക്കാരാണ് മെയിൻ ആളാണ് മേനകാന്തിയാണ് തെരുവ് പട്ടികളുടെ അംബാസഡർ. അപ്പോൾ ഒരു നായ ഒരു പട്ടി ആരും കടിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ശപിക്കുന്നത് മേനകാന്തിയാണ്. അപ്പോൾ എന്താ ഗുണം? എല്ലാവരും BJPയുടെ വോട്ടുകൾ പോകും. അപ്പോൾ UDFനും LDFനും വോട്ട് പോകില്ല. അതുകൊണ്ട് അവർ സ്വസ്ഥമായിട്ട് പറയണത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കേന്ദ്രമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുകയാണ്. ഇവിടെ കേന്ദ്രവും കേരളവും ഒന്നും നോക്കണ്ട. കേരള സംസ്ഥാനത്തെ മാതൃകയാക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇന്ത്യയിൽ മൊത്തം ഇത് തീരാശാപമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും തെരുവ് പട്ടികൾ ഇങ്ങനെ മനുഷ്യരെ കടിച്ചു കയറുന്നുണ്ട്. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും തന്നെ ഈ വിഷയം എടുത്തു കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമ്മൾ അറിയണത്. മറ്റു സ്റ്റേറ്റിൽ എത്ര പേരെ പട്ടി കടിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അത് ഇവിടെ ഡൽഹിയിൽ മറ്റും ചെന്ന് കഴിഞ്ഞാൽ തെരുവ് പട്ടികൾക്ക് അവിടെ റോഡിൽ നിറച്ചു കിടക്കുകയാണ്. എവിടെ പോയാലും തെരുവ് പട്ടികൾ. ഇപ്പോൾ എയർപോർട്ടിലടക്കം, ബാംഗ്ലൂർ എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ആ എയർപോർട്ടിനകത്ത് ഒരു 10-50 പട്ടികൾ നമുക്കവിടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ എയർപോർട്ടിൽ ഇനി പ്ലെയിനകത്ത് ഇവർ കയറുമെന്ന് സംശയമുണ്ട്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും തെരുവ് പട്ടികൾ. അപ്പോൾ ഇത് എന്തൊരു നാടാണ്? ഇന്ത്യയുടെ ഒരു തീരാശാപമല്ലത്. എന്താണ് ഇവിടെ ഭരണം നടക്കുന്നത്? വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ തെരുവ് പട്ടികൾ അഴിഞ്ഞാടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ മനുഷ്യരെ കടിക്കുന്നുണ്ടോ? ഇത് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇവിടെ എന്ത് ഭരണം? എന്താണ് ഈ നായസേനെ സ്നേഹിച്ചിട്ട് ഗുണം കിട്ടുന്നത്? നായ സ്നേഹിച്ചോട്ടെ, വീട്ടിൽ കൊണ്ടേ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഇടപെടണം എന്നൊക്കെ പറയുന്ന പോലെ ഈ ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനം അത് സജീവമാക്കുകയൊക്കെ ചെയ്ത് ഇടപെടലിന് ശേഷമാണ്. എന്നിട്ട് അത് ഇവിടെ എത്തി എന്നുള്ളത് ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. അപ്പം ഇടപെടാത്തോ, ഈ വിഷയം ശ്രദ്ധയിൽപ്പെടാത്തോ അല്ല, എന്നിട്ടും ഇതിനൊരു പരിഹാരത്തിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങയിലേക്ക് എത്താം. ശ്രീ സാബു സ്റ്റീഫൻ, അങ്ങ് ഇതിനൊക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. നേരത്തെ ശ്രീ ജോസ് മാവേലി സൂചിപ്പിച്ച പോലെ അത്ര എളുപ്പമാണോ ഇക്കാര്യം പരിഹരിക്കൽ? അതായത് കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണവും അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. സെൻട്രൽ ആക്ട് ആയിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 കൃത്യമായിട്ട് പറയുന്നു, ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ് ഇൻ ലീതൽ ചേമ്പേഴ്സ്. അതായത് തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊല്ലാമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ മേക്ക് എനി അതർ മെത്തേഡ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ്. സെൻട്രൽ ഗവൺമെന്റിന് ഗ്യാസ് ചേമ്പറിൽ കൊല്ലുന്നതിന് പകരം മറ്റ് മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ് പാരന്റ് ആക്ട് ആയിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ടിൽ പറയുന്നത്. എന്നാൽ അതേ ആക്ടിന്റെ റൂൾ മേക്കിംഗ് പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് മനേകാന്തി മണ്ടൻ തിയറി ആയിട്ടുള്ള ABC റൂൾ 2001 കൂടാതെ അതിന്റെ മോഡിഫൈഡ് വെർഷൻ ആയിട്ടുള്ള 2023 ഇറക്കിയത്. ഇത് അൾട്രാ വയേഴ്സ് ആണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അൺസയന്റിഫിക് ആണ്. 100% പട്ടികളെയും ABC ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുമോ? ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യർക്കുണ്ടാകുന്ന ഡേഞ്ചറാണ്. റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ, മനുഷ്യരെ ആക്രമിക്കുന്നു. കൂടാതെ ഉണക്കാനിട്ടിരിക്കുന്ന മീന്, മറ്റ് ആഹാര സാധനങ്ങളിൽ പട്ടി മലമൂത്ര വിസർജനം നടത്തി പ്രത്യേക അഭിഷേകം നടത്തുന്നു. അത് മനുഷ്യരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ആഹാരമായിട്ട് എത്തുന്നു. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളാണ് തെരുവുനായ മൂലമുണ്ടാകുന്നത്. തെരുവുനായെ തെരുവിൽ മെയിൻറ്റെയിൻ ചെയ്ത് മനുഷ്യരെ കടിപ്പിച്ച് ആന്റി റാബീസ് വാക്സിൻസുകൾക്ക് കൃത്രിമ വിപണി സൃഷ്ടിക്കുന്ന പ്രത്യേക സംവിധാനമാണ് ഇന്ത്യൻ തെരുവുനായ സമ്പ്രദായം. ഇനി സ്റ്റേറ്റിന് എന്ത് അധികാരമുണ്ട്?
സ്റ്റേറ്റിന് 1994 പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ട്, മുനിസിപ്പാലിറ്റി ആക്ട് ഉണ്ട്. ഈ ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൺട്രോൾ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്സ്. സ്റ്റേറ്റ് എന്തുകൊണ്ട് അത് അഡോപ്റ്റ് ചെയ്യുന്നില്ല? സ്റ്റേറ്റ് എന്തുകൊണ്ട് അത് ഒരു പ്രമേയം പാസ്സാക്കുന്നില്ല അസംബ്ലിയിൽ? കേന്ദ്രത്തിനോട് എന്ത് പറയുന്നില്ല? ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി കേന്ദ്രം പറയുന്നത് ABC നടപ്പിലാക്കാത്തതുകൊണ്ടാണ്. ABCയുടെ സയന്റിഫിക് ആയിട്ടുള്ള ആശയം നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം തലയിലൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതിലെന്ത് സയന്റിഫിക് ആയിട്ടാണുള്ളതെന്ന്. ഇതിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ABC മൂലം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പട്ടി വായ കൊണ്ടാണ് കടിക്കുന്നത്. നിങ്ങൾ വായ് കുത്തിക്കെട്ടു. ABC കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പട്ടിയുടെ വായ് കുത്തിക്കെട്ടണം. അല്ലാതെ അതിന് പകരം അതിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പട്ടി കടിക്കുന്നത് എങ്ങനെയാണ് കുറയുന്നത്? സ്വന്തം തലകളെ ഉപയോഗിച്ച് ഭരണാധികാരികൾ ഇതിലൊരു തീരുമാനം എടുക്കണം. അല്ലാതെ മനേകാന്തിയുടെ മണ്ടൻ തിയറി ആയിട്ടുള്ള കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ കേസുകൾ അങ്ങനെയാണ്. അവിടെ ABC കേന്ദ്രങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്, വന്ധ്യംകരിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ നായകളെ വീണ്ടും തെരുവിലേക്ക് തന്നെ വിടുന്നു എന്നുള്ളതാണ്. ABC ഒരു പരിഹാരമല്ലെന്നുള്ളതാണ്. തെരുവില് ഇന്ത്യൻ തെരുവിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സവിശേഷത ഉള്ളൂ. ഇന്ത്യയിലെ ലക്ഷദ്വീപ് എടുക്കൂ, അവിടെ പട്ടിയില്ല, തെരുവ് പട്ടിയില്ല. ആന്റി റാബീസ് വാക്സിൻ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഭീഷണി ഇല്ല. ഇത് മനുഷ്യനെ തെരുവ് നായ മെയിൻറ്റെയിൻ ചെയ്യുന്നു. മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവയെ വിട്ട് കടിപ്പിക്കുന്നു. കടിപ്പിച്ചതിന് ശേഷം ആന്റി റാബീസ് വാക്സിനുകൾക്ക് വലിയൊരു സിന്തറ്റിക് മാർക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി മാത്രമാണ് മനേകാന്തിയുടെ മണ്ടൻ തിയറി പ്രവർത്തിക്കുന്നത്. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രേ ഡോഗ്. സെക്കൻഡ് ആൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ തെരുവുനായുടെ ലൈഫ് എത്രയാണ്? ഞാൻ ചോദിച്ചത്, വാക്സിനുകൾക്ക് വിപണി ഉണ്ടാക്കുന്നു എന്നൊക്കെ നമുക്ക് അങ്ങനെ വെറുതെ പറഞ്ഞു പോകാനാകുന്ന ഒരു കാര്യമാണോ? അതിന് കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമല്ല അത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ പ്രസ്താവന മുന്നോട്ട് വയ്ക്കാനാകൂ. കൃത്യമായിട്ട് എന്ത് തെളിവാണ്? ഞാൻ ഹാജരാക്കാം. സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ രേഖകളുണ്ട്. ഇതേ വിഷയം നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ്റ്റ് പഠിക്കണം. സയന്റിഫിക് ആയിട്ട് ആ വിഷയത്തെ അനലൈസ് ചെയ്യണം. അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. നമുക്ക് നിയമപരമായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. മനേകാന്തിയുടെ മണ്ടൻ തിയറി ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മുടെ സ്വന്തം തലകൾ ഉപയോഗിക്കൂ. ആക്ടിലുള്ള പ്രൊവിഷൻ അഡോപ്റ്റ് ചെയ്യൂ. ഇതല്ലേ പരിഹാരം? കംപ്ലീറ്റ് ഷെൽട്ടറിങ് ചെയ്ത് നോക്കൂ. എക്സ്പെൻസീവ് ആണ്. തെരുവുനായുടെ ലൈഫ് എന്ന് പറയുന്നത് 10 തൊട്ട് 13 വർഷം വരെ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ 25 വർഷമായിട്ട് ABC നടത്തി എണ്ണം കൂടിയതല്ലാതെ ഇതിനൊരു സ്ഥിര പരിഹാരമായിട്ടില്ല. ഇതുപോലെയുള്ള കോഴിക്കോടും കണ്ണൂരും നടന്ന സംഭവങ്ങൾ ഇനിയും സംഭവിക്കും. ഇതിനൊരു സ്ഥിര പരിഹാരമായിട്ടുള്ള complete destruction of stray dog or complete sheltering of stray dogs. This is the only solution for this complicated problem. അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഷെൽട്ടർ തെരുവ് നായകൾക്കായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന വണ്ണത്തിലേക്ക് നമുക്ക് നമ്മുടെ ഭരണകൂടത്തിന് എപ്പോഴെത്താനാകുമെന്നുള്ളതാണ്. ശ്രീ ടി.ഒ. മോഹനൻ, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ നേരത്തെ അങ്ങ് പൂർത്തിയാക്കിയില്ലായിരുന്നു അങ്ങ് പറഞ്ഞു വന്നത്. ഈ പ്രശ്നം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച രണ്ടുപേരും ഈ മേഖലയിൽ ഇടപെടുന്ന ആളുകളാണ്. പക്ഷെ അങ്ങ് ഒരു ജനപ്രതിനിധി കൂടിയായിരുന്ന ആളാണ്. അപ്പോൾ എങ്ങനെ, അതായത് നേരത്തെ അങ്ങ് പറഞ്ഞു വന്നത് രാഷ്ട്രീയ പ്രശ്നമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് പരിഹാരം വേണമെന്നുള്ളതാണ്. ഇതിപ്പോൾ വർഷങ്ങളായി തുടരുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് മുൻപ് നടത്തിയിട്ടുള്ള പോരാട്ടമൊക്കെ നമുക്ക് വിഷയത്തിൽ അറിയാവുന്നതുമാണ്. പക്ഷേ എങ്കിൽ പോലും വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു, തെരുവ് നായകളുടെ എണ്ണം കൂടുകയാണ്, കുറയല്ല. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അനുസരിച്ച് തന്നെ യോഗങ്ങൾ വിളിച്ചു, അതുപോലെ തന്നെ അതുണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി, അത് പാർപ്പിക്കുന്ന സംവിധാനങ്ങൾ. പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പൊ 4000-ഓളം പട്ടികളുണ്ടെങ്കിൽ 4000 പട്ടികളെയും പിടിച്ച് കൂട്ടിലിട്ടാൽ മാത്രം. ശരി, ഞാൻ അങ്ങയിലേക്ക് എത്താം. സാങ്കേതിക പ്രശ്നമുണ്ട് തന്നെ മനസ്സിലാക്കുന്നത്. അങ്ങേക്ക് പറയാനുള്ളത് എന്താണ് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ശ്രീ ടി.ഒ. മോഹനൻ, അങ്ങ് പറഞ്ഞു വന്ന് പൂർത്തിയാക്കും. ശരി, റേഞ്ചിന്റെ പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ ടെലിഫോണിൽ കേൾക്കാമോ? ശ്രീ ടി.ഒ. മോഹനൻ കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. അത് കണ്ണൂർ കോർപ്പറേഷൻ ഈ കാര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ എല്ലാവരും രാഷ്ട്രീയവൽക്കരിക്കുന്ന നിലയിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ കണ്ണൂരിൽ ഇതിനേക്കാളും ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ടായത് ഏകദേശം 1.5 വർഷം മുമ്പ് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ ഒരു കുട്ടിയെ പരസ്യമായി പട്ടി കടിച്ചു മൃഗീയമായി കൊലപ്പെടുത്തിയ
വാർത്ത നമ്മളൊക്കെ ഞെട്ടലോടെ ശ്രവിച്ചതാണ്. ആ ഒരു സംഭവം നടന്നതിന് ശേഷവും അതിനുശേഷം ഒരുപാട് ഇതുപോലെ തെരുവ് നായ ആക്രമണമൊക്കെ ഉണ്ടായിട്ടും ഒരു നടപടിയും ഈ കാര്യത്തിൽ ഗവൺമെന്റ് മുൻകൈ എടുത്ത് ചെയ്തിട്ടില്ല. നേരത്തെ ശ്രീ മാവേലി സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് കോമൺ ആയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കി അതിന് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുന്നില്ല എങ്കിൽ നമ്മളിപ്പോൾ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് അങ്ങ് പോകും. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ 4000-ഓ 5000-ഓ പട്ടികളുണ്ടെങ്കിൽ ഈ 5000 പട്ടികളെയും കൂട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കൂട്ടിനകത്തുള്ളവ മാത്രം കടിക്കുന്നതും കൂട്ടിന് പുറത്തുള്ള ഒന്നും കടിക്കാത്തതാണെന്നും അല്ലെങ്കിൽ പുറത്തുള്ളവയൊക്കെ ഒന്നിനും പേയിളകില്ല എന്നൊന്നും തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ന് കഴിഞ്ഞ ദിവസം സ്ട്രേ ഡോഗിന്റെ ആക്രമണം ഉണ്ടായി. അത് ഇന്ന് ഒരു പട്ടി പേയിളകയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അവിടെ ഇപ്പൊ 19ഓളം ആളുകളെ. അതുപോലെ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ണൂരിലെ പല പഞ്ചായത്തുകളും അറാത്ത് പഞ്ചായത്തിലുണ്ടായി, ചെമ്പിലോട് പഞ്ചായത്തിലുണ്ടായി, അതുപോലെ തന്നെ അഞ്ചരക്കണ്ടി പഞ്ചായത്തിലുണ്ടായി. ഇവിടങ്ങളിലൊക്കെ എല്ലാ സ്ഥലത്തുമുണ്ട്. ഇപ്പോഴും കാണുന്നത് എന്താണ്? അത് ആരാണ് ഭരിക്കുന്നത് നോക്കിയിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പോയിട്ട് അവിടെ സമരം നടത്തുക. നമ്മൾ ഇനാക്റ്റീവ്. ഒരു തദ്ദേശ സ്ഥാപനത്തിന് എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക? ഒന്ന് ABC ആണ്. ABC നടത്തി കഴിഞ്ഞാൽ ആ പട്ടി പ്രസവിക്കുന്നതാണ് പല സ്ഥലത്തും കാണുന്നത്. മറ്റൊന്ന് പേവിഷബാധ ഉണ്ടാകുമ്പോൾ കുത്തിവെപ്പ്. ഇന്നിപ്പോഴൊരു കുട്ടി മരണപ്പെട്ടു. അത് പേവിഷബാധയാണെന്ന് അല്ലെന്നും പറഞ്ഞു. പക്ഷേ പേവിഷയുടെ കുത്തിവെപ്പ് എടുത്തിട്ടുണ്ട്. ആ കുത്തിവെപ്പ് എടുത്ത കുട്ടി എങ്ങനെയാണ് പേവിഷബാധ ഏറ്റു മരിക്കുന്നത്? അപ്പൊ ഈ മരുന്നുകളുടെയൊക്കെ തന്നെ വിശ്വാസ്യത വലിയ പ്രശ്നമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഇപ്പോഴും ഗൗരവപൂർവ്വം സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കാണുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയം വളരെ പരസ്യമായി വലിയ ചർച്ചയായിട്ട് വന്നപ്പോൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ കാര്യത്തിൽ വേണ്ട നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളുമെന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന് ശേഷം ഇതുവരെ എന്തു നടപടി കൈക്കൊണ്ടു? ഏതെങ്കിലും ഇതിനു വേണ്ടി മാത്രമായി തദ്ദേശ സ്ഥാപനത്തിലെ അധ്യക്ഷന്മാരെ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് ഒരു കോമൺ ആയ തീരുമാനം ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനത്തിന് മാത്രം പ്രശ്നമാണോ? ഒന്നുകിൽ അധികാരം വേണം ഇവയെ പിടിച്ച് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ആകെ ഉള്ളത് എന്താണ്? നമ്മൾ ABC ആക്ട് വന്നതിന് ശേഷവും നമുക്ക് ഈ പട്ടികളെയൊക്കെ തന്നെ പ്രജനനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആനിമൽ ബർത്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ള നിലയിൽ ചെയ്യാനല്ലാതെ മറ്റൊരു നടപടിക്കും ഇപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ആ പട്ടിക്ക് പേയിളകില്ല എന്ന് പറയാൻ പറ്റുമോ? ആ പട്ടി കടിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ട് തൽക്കാലം ഇത് ശരിക്കും തൊലിപ്പുറത്ത് ലേപനം പുരട്ടി ആ അസുഖം മാറ്റിയെടുക്കാം എന്ന് പറയുന്ന ലാഘവ ബുദ്ധിയോടുകൂടിയുള്ള ഇതിനെ സമീപിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഭരണതലത്തിൽ ആലോചിക്കണം. അത് നിയമനിർമ്മാണ സഭകളല്ല, തദ്ദേശ സ്ഥാപനങ്ങൾ. അവ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ നിയമനിർമ്മാണത്തിന് അധികാരമുള്ള സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഈ കാര്യത്തിൽ ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കുമെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം. അതിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ നടത്തുവാൻ കഴിയുന്നത് എന്ത് സാധ്യത പരിശോധിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ ഭരണസമിതിയുടെ വീഴ്ചയാണ് ഇത് എന്ന് ഇപ്പൊ കാണുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായ രാഷ്ട്രീയ പാർട്ടികൾ DYFI ആയാലും AYFI ആയാലും കോർപ്പറേഷൻ മുമ്പിൽ BJPയും ഉൾപ്പെടെ വന്ന് കോർപ്പറേഷന്റെ മുമ്പിൽ വന്ന് സമരം ചെയ്യുന്നു. അതേ സമരക്കാർ കഴിഞ്ഞ ദിവസം നാറാത്തുണ്ടായി. അത് ഇടതു വർഷം ഭരിക്കുന്നതാണ്, അങ്ങോട്ട് പോകാൻ തയ്യാറില്ല. അഞ്ചരക്കണ്ടി അവിടെ പോകാൻ തയ്യാറില്ല, അത് ഇടതുപക്ഷമാണ്. 1.5 വർഷം മുമ്പ് മുഴപ്പിലങ്ങാട് വളരെ മൃഗീയമായി കടിച്ചു കീറി കൊന്നു. അത് വലിയ വാർത്ത, സംസ്ഥാനത്ത് കുറെ ദിവസം ലൈവായി നിന്ന വാർത്തയാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. എന്ത് നടപടി സ്വീകരിച്ചു? അതിനുശേഷവും അവിടെ അക്രമം ഉണ്ടായി. അപ്പൊ നമ്മളിത് ഒരു വാർത്ത, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിന്റെ ചുവട് പിടിച്ച് ഒരു വാർത്തയും അതെങ്കിൽ ചില ആളുകളെ കുറ്റപ്പെടുത്തലും രാഷ്ട്രീയ പ്രതിഷേധങ്ങളോ ഒന്നും അല്ല. ഇതിനപ്പുറത്തേക്ക് ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്, ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. ആ തരത്തിൽ തന്നെയാണ് ഇതിനെ വായിച്ചെടുക്കേണ്ടതും, ആ തരത്തിൽ തന്നെയാണ് ഇതിന് പരിഹാരം ഉണ്ടാവേണ്ടതും. ശ്രീ ജോസ് മാവേലിയും അങ്ങയോടാണ്. അതായത് ഇതിനൊരു ലാഘവ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാകുന്നുണ്ടോ? മറ്റൊന്ന്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വാക്സിനിൽ ഉണ്ടാകുന്ന വിശ്വാസ്യത, വാക്സിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ അതിന്റെ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തതിന് ശേഷവും നായയുടെ കടിയേറ്റ ആളുകൾ മരിക്കുന്നതിനെ പറ്റി ആ തരത്തിൽ അറിയുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാം. പക്ഷേ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശങ്കയായി മാറുന്നുണ്ട്. ഇവിടെ എന്താ സംഭവം? ശരിക്കും നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ തെരുവ് പട്ടികൾ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളുകയാണ്. അവർ സമ്പർക്കം നടത്താണ്. അപ്പോൾ ഒരു തെരുവ് പട്ടിക്ക് പേവിഷബാധ ഉണ്ടെങ്കിൽ എല്ലാ പട്ടികൾക്കും കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ തെരുവിൽ അലയുന്ന മുഴുവൻ പട്ടികൾക്കും പേവിഷബാധയുണ്ട്. അത്രയ്ക്കും ഗൗരവമാണ്.
ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഓരോ കൊച്ചു മരിച്ചപ്പോഴാണ് വാർത്ത അങ്ങനെ നിങ്ങൾക്ക് അറിയണത്. എൻ്റെ അടുത്ത് ദിവസേന നിരവധി പേരാണ് എന്നെ പട്ടി കടിച്ചു, എന്താ ചെയ്യുക, എവിടെ പോയാൽ നമ്മൾ രക്ഷപ്പെടണം, എവിടെ പോയി കുത്തിവെക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകൾ ദിവസം വിളിക്കുന്നത്, നൂറുകണക്കിന് ആളുകളെയാണ് ദിവസേന തെരുവുപട്ടികൾ കടിച്ചു കീറുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു വിഷയമാണ്. ഇപ്പോൾ നേരത്തെ മോഹൻ സാർ പറഞ്ഞ മാതിരി ഇത് എല്ലാവരും ഒരുമിക്കുക ഈ വിഷയത്തിൽ. ഇവിടെ രാഷ്ട്രീയം കളയുക, ഇവിടെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തെ മാതൃകയാക്കാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് വന്നു. അവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ജല്ലിക്കെട്ട് അത് മനുഷ്യന് ഉപദ്രവകരമായ കാര്യമാണ്. ആളുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവമാണ് ജല്ലിക്കെട്ട്. ഒരു വിനോദം കൂടിയാണ് അതിന് അവിടെ തമിഴ്നാട്ടുകാർ എന്ത് ചെയ്തു, ഞങ്ങൾ ഒരു കോടതി പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാ ആൾക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ അവർ ജല്ലിക്കെട്ട് നടത്താണ്. ഇത് ജല്ലിക്കെട്ടല്ല, ഇത് മനുഷ്യൻ്റെ ജീവനാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പിന്നെ രാഷ്ട്രീയം കളിക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾ രാഷ്ട്രീയ കളി ഉപേക്ഷിച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ഒന്നിക്കാം. അതിനാ പറയുന്നത് സർവകക്ഷി യോഗം വിളിക്കട്ടെ മുഖ്യമന്ത്രി. അപ്പോൾ ആരാണ് ഇതിനെതിർത്ത് പറയണമെന്ന് നമുക്കറിയാമല്ലോ. ഈ തെരുവ് പട്ടി സ്നേഹികൾ ഒരാൾ രംഗത്ത് വരില്ല, അതറിയാമോ? ഇപ്പം എൻ്റെ പേരിൽ 20ഓളം കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ തെരുവ് പട്ടികളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ എൻ്റെ പേരിൽ പല സ്ഥലത്തായിട്ട് 20ഓളം കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസ് എടുക്കുന്നത് എങ്ങനെയാണ്? ഈ തെരുവ് പട്ടി സ്നേഹികൾ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലെ SIക്ക് മെയിൽ അയക്കുകയാണ്, വാട്സപ്പിൽ കൂടെ അല്ലെങ്കിൽ മെയിൽ അയക്കുക. എന്നിട്ട് അവർ രംഗത്താരും വരില്ല. ഇങ്ങനെയാണ് അവർ വരുന്നത്. ഇവരാരും രംഗത്ത് വരില്ല. ഇവരാരും രംഗത്ത് വരുന്നുണ്ടോ? ഇവരിങ്ങനെ കേസിൽ കുടുക്കി ആളുകളെ മാറ്റുന്ന ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇതൊക്കെ നിസ്സാരം കളഞ്ഞുകൊണ്ട് ഇതിന് മാറ്റം വരുത്തുക. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റുക, എങ്ങനെ നടന്നു പോകാൻ പറ്റുക? അതുപോലെ തന്നെ ആട്, കോഴി, താറാവ്. അവസാനമായി ശ്രീ സാബു സ്റ്റീഫൻ, അങ്ങയോടാണ് ഈ ഷെൽട്ടറിലേക്ക് മാറ്റുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം നായകൾ പെറ്റുപെരുകുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പോൾ ABC കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെ എത്ര ഇടങ്ങളിൽ അതിൻ്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, എത്ര ഇടങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയെന്നറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഷെൽട്ടറിലേക്ക് ഈ സംസ്ഥാനം മുഴുവൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നായകളെ മാറ്റുന്നത് എത്രത്തോളം പ്രാക്ടിക്കലി എത്ര പെട്ടെന്നൊക്കെ സാധ്യമാകുന്ന കാര്യമാണ്? അതായത് തെരുവുനായ്ക്ക് 5 സ്റ്റാർ ഫെസിലിറ്റിയുടെ ആവശ്യമില്ല. സാധാരണ ഒരു കോമ്പൗണ്ടിൽ ഫെൻസിങ് കൊടുത്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഹ്യൂമൻ സേഫ്റ്റി ഷാൽ ബി ദ സുപ്രീം ലോ എന്ന് പറയുന്ന അടിസ്ഥാന തത്വം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും പ്ലസ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആക്ടിന്റെ പ്രൊവിഷൻ ഉപയോഗിച്ച് ഇത് അടിയന്തരമായിട്ട് ഷെൽട്ടർ ഹോമുകൾ അക്രോസ് കേരള നിർമ്മിക്കാമെന്ന് പറയുന്നത് സിമ്പിൾ കാര്യമാണ്. ഇനി ഇത് ആരിതിനെ തീറ്റി പോറ്റും? ഈ പട്ടിപ്രേമികളായിട്ടുള്ളവരോട് ഇൻവൈറ്റ് ചെയ്ത് നോക്കൂ. അവര് ഒരു തുണ്ട് ബ്രെഡ് കൊണ്ട് ഇട്ട് കൊടുക്കൂല ഷെൽട്ടർ ഹോമിലുള്ള തെരുവ് നായ്ക്കൾക്ക്. അവര് സ്ട്രീറ്റിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പോട്ടെ, സ്റ്റേറ്റിന്റെ ചെലവില് ഇത്രയും തെരുവ് നായ്ക്കളെ ഏറ്റവും സിമ്പിൾ അക്കോമഡേഷൻ കൊടുത്താൽ മതി. കൂടാതെ മുന്നോട്ട് വരാനായിട്ട് ഒത്തിരി NGOകളുണ്ട്. ഷെൽട്ടർ ഹോമുകൾ നിങ്ങൾ നിർമ്മിക്കൂ, അവയുടെ മെയിൻ്റനൻസ് ചെയ്യൂ. പട്ടിപ്രേമികളായിട്ടല്ല, ഇതിന്റെ ഹ്യൂമൻസിന് സേഫ്റ്റി കൊടുക്കുന്നതിന് വേണ്ടി ഒത്തിരി NGOകൾ വരാൻ തയ്യാറാണ്. അവര് സ്പോൺസർ ചെയ്ത് ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കും. വളരെ അടിയന്തരമായിട്ട് തന്നെ ചെയ്യും. അടുത്ത് പിടിച്ചുകൊണ്ടത് ഇടുക. മെയില് ഫീമെയില് സെപ്പറേറ്റ് ചെയ്തിട്ടാൽ മതി. ABC ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവയെ മിങ്കിൾ ചെയ്യാൻ അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് മെയില് ഫീമെയില് സെപ്പറേറ്റ് ആയിട്ട് ഇടുക. ഏതെങ്കിലും ഒരു ബാച്ചിൽ 1-2 എണ്ണത്തിന് റാബീസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, പേവിഷയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ബാച്ചിനെ കംപ്ലീറ്റ് ആയി കൊല്ലുക. 45 ദിവസമായ കോഴിക്കുഞ്ഞിനെ കൊല്ലാനായിട്ട് യാതൊരു മടിയുമില്ല. അതിനെതിരെ ആരും പ്രതിഷേധിക്കുന്നില്ല. പക്ഷെ ഇത്രയും മനുഷ്യരുടെ ജീവന് ഇത്രയും ഭീഷണിയാവുന്ന ഈ ജീവിയെ കൊല്ലാനോ ഐസൊലേറ്റ് ചെയ്യാനോ എന്തുകൊണ്ട് ആരും മുന്നോട്ട് വരുന്നില്ല? സംസ്ഥാന സർക്കാർ അവരുടെ സ്വന്തം തല ഉപയോഗിക്കണം. മനേകാന്തിയുടെ മണ്ടൻ തിയറി ഫോളോ ചെയ്യരുത്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് മനേകാന്തിയുടെ ABC റൂൾ. ജപ്പാനിൽ 1950 ശേഷം പേവിഷം മൂലം മരിച്ചത് വെറും 3 പേരാണ്. ഈ 3 പേര് സ്വന്തം നാട്ടിലൊന്നല്ല, ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തൊന്നല്ല, ഫിലിപ്പൈൻസിൽ ടൂറിന് പോയിട്ട് വന്നവരാണ് 3 പേര് മരിച്ചത്. അവിടെ ഒരു പട്ടിയെ കൊണ്ട് അവിടെ നമ്മുടെ രാജ്യത്ത് നമുക്ക് വേണ്ട ഒരു പട്ടിയെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി ഒരാൾക്ക് വളർത്താൻ പറ്റൂല. 6 മാസം അതിനെ ക്വാറന്റൈൻ ചെയ്തിട്ട് മാത്രമേ എയർപോർട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലത്തേക്ക് ഇടപെടുകയാണ്. ഇങ്ങനെ നമുക്ക് മാതൃകയാക്കാവുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി എത്ര പേർ കടിയേൽക്കണം? പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഒരുപക്ഷെ കടിയേൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് തെരുവ് നായകളുടെ എണ്ണം ഇങ്ങനെ പെറ്റുപെരുകുമ്പോൾ ഉണ്ടാകുന്നത്. ഒരുപാട് നന്ദി അതിഥികൾക്ക്.